ഇപ്പൊ കിട്ടിയ ഫ്രഷ് ന്യൂസ് ആണ്. ടൈഗർ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വേണ്ട, മടങ്ങി വന്നല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇപ്രാവശ്യം പഴയ തെറ്റ് ചെയ്യരുത് ടൈഗർ. എന്തൊരു പേടിത്തൊണ്ടനാ നീ. ഒന്ന് പുറകെ ഓടുകയെങ്കിലും ചെയ്യടാ. അത് അനന്യ, ഞാൻ നിന്നെ കൊണ്ട് ഒന്നും നടക്കില്ല. പ്ലീസ് ആരെങ്കിലും ഓടി വരണേ. കള്ളൻ കൊള്ളാം. അന്ന് ചില ഗുണ്ടകൾ വന്ന് നിന്റെ ഭാര്യയെ ചീത്ത വിളിച്ചപ്പോ നിന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ലല്ലോ. ഇന്നിപ്പോ ദേ ഇതും. ആ ഫോൺ എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നോ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യു നോ വാട്ട്, നിന്നെ പോലെ ഒരുത്തനെ കെട്ടിയതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു. എന്റെ അച്ഛൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഫിലിം സ്റ്റാറുമായി വരെ എന്റെ കല്യാണം നടത്തുവാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്റെ മുത്തശ്ശൻ നിന്നെ പോലൊരു ദരിദ്രവാസിയെ എന്തിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതെന്നാ എനിക്ക് ഇനിയും മനസ്സിലാകാത്തത്. ഓ ഗോഡ്. അഭിനവ് ഒരു ദരിദ്രനും അനാഥനുമായിട്ടാണ് വളർന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പണക്കാരിയായ അനന്യയെ അവന് വിവാഹം ചെയ്യേണ്ടി വന്നു. അനന്യയുടെ ഭാരിച്ച ചെലവുകളൊക്കെ നോക്കി അവളെ സന്തോഷിപ്പിക്കാനുള്ള കഴിവോ പണമോ അവന്റെ കയ്യിലില്ലായിരുന്നു. ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന അഭിനവിന് അവിടെ ഒരു ബഹുമാനവും കിട്ടിയിരുന്നില്ല. അവിടുത്തെ വേലക്കാരികൾ പോലും അവനെ വഴക്കു പറയുമായിരുന്നു. ഡാഡാ, ഞാൻ ഈ തറ ഇപ്പൊ തുടച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും നീ ചെരുപ്പിട്ട് വന്ന് അതൊക്കെ വൃത്തികേടാക്കിയല്ലേ? നിന്റെ തന്തയുടെ വീടല്ല ഇത്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നും പറഞ്ഞ എന്റെ പപ്പയെ പറ്റി പറയാനുള്ള അവകാശം നിനക്ക് ആരാ തന്നത്? അത്ര വലിയ തന്തയുടെ മകനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ ഭാര്യ വീട്ടിൽ താമസിച്ച് അനന്യ മേഡത്തിന്റെ ചെലവിൽ കഴിയുന്നേ? പറ. അഭിനവ്, ഞാൻ ഇപ്പോഴാണ് എന്റെ സ്പെയർ ഫോണിലെ വാട്സപ്പ് നോക്കിയത്. എന്റെ ഫോൺ മോഷ്ടിച്ച കള്ളൻ എന്റെ ഫ്രണ്ട് റോഷിനിയോട് ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാനാണ് ആ മെസ്സേജ് അയച്ചെന്ന് കരുതി അവൾ പോവുകയും ചെയ്തു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നോ എന്റെ പേടി. ഇത് കേട്ട അനന്യയുടെ അമ്മ ശാർമിള അങ്ങോട്ടേക്ക് വന്നു. അനന്യ, നീ ഇതെന്താ പറയുന്നത്? അരമണിക്കൂർ മുമ്പാണ് നിന്റെ നമ്പറിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നത്. ഒരു അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പൈസ അയക്കുകയും ചെയ്തു. അമ്മ എന്തിനാ ട്രാൻസ്ഫർ ചെയ്യാൻ പോയത്? ദൈവമേ. അത് കേട്ടതും അനന്യയ്ക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എന്നാൽ അവളെ ഏറ്റവും പേടിപ്പിച്ചത് തന്റെ ഫ്രണ്ട് റോഷ്നിയെ ആ കള്ളൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചപ്പോഴാണ്. അഭിനവ്, നീ അന്നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? നീ ഒരു തരി ധൈര്യമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ആ കള്ളനെ പിടിക്കാൻ നമുക്ക് പറ്റിയേനെ. ഐ എം വാർണിംഗ് യു. റോഷ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്നെയും ജയിലിലടയ്ക്കും. നിന്നെ പോലെ ഒരു ഹസ്ബൻഡിനോട് എനിക്ക് ഒരു തരി സഹതാപം പോലും ഉണ്ടാകില്ല. ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുന്നത് എന്തിനാ? പോയി പോലീസിൽ ഇൻഫോം ചെയ്യേ, അതോ അതിന് ഞാൻ തന്നെ പോണോ ഇനി? അത് കേട്ടതും അഭിനവ് ആ വീട്ടിൽ നിന്നിറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസും വന്നില്ല, അഭിനവും മടങ്ങി വന്നില്ല. അനന്യയ്ക്ക് എന്തോ കുഴപ്പം തോന്നി. അവൾ അഭിനവിനെ ഫോണിൽ വിളിച്ചു. എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ദേഷ്യം 10 ഇരട്ടിയായി. ഇവനെന്തിനാ ഫോൺ ഓഫ് ചെയ്തത്? എന്താ പറ്റിയേ? ഇത് എന്റെ ഫ്രണ്ടിന്റെ സേഫ്റ്റിയുടെ പ്രശ്നോ? എന്നിട്ടാണ് ആ അഭിനവ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയത്. ഇങ്ങനെ ഒരു ക്രൂരനെ കൊണ്ടാണല്ലോ മുത്തച്ഛൻ എന്നെ കെട്ടിച്ചത്. അനന്യയുടെ അമ്മ ശാർമിളയ്ക്കും അഭിനവിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അവൾ അനന്യയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അഭിനവിനെ പറ്റി ചോദിച്ചപ്പോൾ പോലീസുകാരൻ പറഞ്ഞ ഉത്തരം കേട്ട് അവളുടെ ദേഷ്യം വീണ്ടും കൂടി. അഭിനവ് എന്ന പേരുള്ള ആരും ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ. മാത്രമല്ല മോഷണത്തിന്റെ പരാതി ഒന്നും കിട്ടിയിട്ടില്ല. ആ അഭിനവ് ഇനി എന്റെ മുന്നിലെങ്ങാനും വന്നാ അവന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇൻസ്പെക്ടർ, എന്റെ ഫോൺ ഇന്ന് മോഷണം പോയി. മാത്രമല്ല എന്റെ ഫ്രണ്ട് റോഷ്നി അപകടത്തിലുവാ. ഇൻസ്പെക്ടർ FIR എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അനന്യയുടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് ഒരു കോള് വന്നത്. അത് ആ കള്ളന്റെ കെണിയിൽപ്പെട്ട റോഷ്നിയുടെ നമ്പറിൽ നിന്ന് വന്ന കോളായിരുന്നു. റോഷ്നി, ഹലോ റോഷ്നി. ഹായ് അനന്യ, താങ്ക് ഗോഡ്. അഭിനവ് കാരണം മാത്രം എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ആ ഗുണ്ടകൾ ഭയങ്കര ക്രൂരന്മാരായിരുന്നു. അഭിനവ് കാരണം ജീവൻ തിരിച്ചു കിട്ടിയെന്നോ? എന്ന് വെച്ചാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ എല്ലാം നേരിട്ട് വന്നിട്ട് പറയാം. ഇരിക്കെ, നീ ഓക്കെ ആണോ? പറ, എന്താ സംഭവിച്ചത്? നിന്റെ ഫോൺ അടിച്ചു മാറ്റിയവർ ചെറിയ ടീമൊന്നും അല്ലായിരുന്നു. ഐ എം ഷുവർ അവർ വലിയ ഗുണ്ടകളായിരുന്നു. മാത്രമല്ല അവർ ഒരു വലിയ ഗാങ്സ്റ്ററിന് വേണ്ടിയാ ജോലി ചെയ്യുന്നത്. ആ ഗാങ്സ്റ്റർ ദുബായിലാണ് താമസിക്കുന്നത്. സർ, എനിക്ക് ഉറപ്പാണ് അവർ ഹ്യൂമൻ ട്രാഫിക്കിന്റെ വലിയൊരു റാക്കറ്റ് ആണ്. ഞാൻ അവരുടെ കസ്റ്റഡിയിലായിരുന്നപ്പോ അവർ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പ്ലീസ് എന്നെ വെറുതെ വിടും. ഞാൻ എന്റെ ഫ്രണ്ട് അനന്യ പറഞ്ഞിട്ട് വന്നതാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കരുതിയത് അനന്യ അവളുടെ ഹസ്ബൻഡ് അഭിനവിനെ പറ്റി കുറ്റം പറയാൻ വേണ്ടി എന്നെ വിളിച്ചതാണെന്നാണ്. പ്ലീസ്. ഈ പെണ്ണെ എന്താ പറഞ്ഞേ? ആരാ ഈ അഭിനവ്? പിന്നെ എന്താ സംഭവിച്ച റോഷ്നി? അയാൾ എന്നോട് പറഞ്ഞു അഭിനവിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ. എന്താ കാരണം എന്നറിയില്ല. പക്ഷേ അയാൾ അഭിനവിന്റെ ഫോട്ടോ കണ്ടതും
ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ഈ മോതിരം എനിക്ക് മനസ്സിലായില്ല ആ ഗാങ്സ്റ്റർ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. അയാൾ അപ്പൊ തന്നെ എന്നെ വെറുതെ വിട്ടു. അതിന്റെ കാരണം എന്താണെന്നും എനിക്ക് അറിയില്ല. എടാ മണ്ടന്മാരെ, ഇതെങ്ങാനും ടൈഗർ സാ പറഞ്ഞ എന്നെ നേരിട്ട് വന്ന് വെടിവെച്ച് കൊല്ലും. പെട്ടെന്ന് കെട്ടഴിക്കേ പെങ്ങളെ, വേഗം പൊക്കും. വാട്ട്? ഇതെങ്ങനെ പോസിബിൾ ആകും? അമ്മ, ആ പോക്കറ്റ് അടിക്കാരന്റെ പുറകെ ഓടാൻ പോലും പേടിച്ചൊരുത്തനെ ഈ അണ്ടർവേൾഡ് ഗാങ്സ്റ്ററിനെയൊക്കെ എങ്ങനെയാ പരിചയം? മാത്രമല്ല അയാൾ എന്തിനാ അവന് ടൈഗർ എന്ന് വിളിച്ചത്? ഇവര് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അവനിപ്പോ എവിടെയാ? അമ്മ, എന്റെ ഭർത്താവ് അഭിനവ് ഇത്രയും പവർഫുൾ ആണോ? അവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ പിന്നെന്തിനാ ഒരു അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ദൈവമേ, ഇട്ടം കേട്ടിട്ട് എനിക്ക് തല പിളരുന്നു. ശരിക്കും അഭിനവ് തന്നെയാണോ ടൈഗർ? എങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അഭിനയിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ ആ കള്ളന്മാരുടെ പുറകെ പോവാത്തത്? മാത്രമല്ല ഗാങ്സ്റ്റേഴ്സിനെ വരെ പേടിപ്പിക്കുന്ന അഭിനവ് എന്തുകൊണ്ടാണ് ഒരു അടിമയെ പോലെ ഭാര്യ വീട്ടിൽ വേലക്കാരിയുടെയും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും വഴക്ക് കേട്ട് ജീവിക്കുന്നത്? ഒരു ഡെലിവറി ബോയായി അവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ അനന്യയുടെ മനസ്സിലൂടെയും കടന്നുപോയി. അപ്പോൾ അവളുടെ അമ്മ ശാർമിള പറഞ്ഞു, അനന്യ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവനെ ഒരു ഗാങ്സ്റ്റർ എങ്ങനെയാ പേടിക്കുന്നത്? പക്ഷെ ആ തലതെറിച്ചവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അനന്യ, വാ വീട്ടിൽ പോവാം. അവൻ വരുമ്പോൾ നല്ലത് രണ്ട് ചോദിക്കാനുണ്ട്. അനന്യയും അവളുടെ അമ്മയും വീട്ടിലെത്തി. എന്നാൽ അഭിനവ് അവിടെയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി ചത്തു തൊലഞ്ഞോ എന്തോ. അന്ന് മുഴുവൻ അനന്യയുടെ ചിന്ത അതായിരുന്നു. അഭിനവിന്റെ രഹസ്യം എന്താണ്? അവൾ പലതവണ അഭിനവിനെ ഫോണിൽ വിളിച്ചു. പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? അഭിനവ് ഇനി വല്ല ഗാങ്സ്റ്ററോ ഡോണോ മറ്റോ ആണോ? പകൽ ഉണർന്നപ്പോൾ അഭിനവ് തിരിച്ചെത്തി എന്നറിഞ്ഞ അനന്യ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. റോഷ്നി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അവൾക്ക് അറിയണമായിരുന്നു. പക്ഷേ അനന്യ ഇന്ന് കുറച്ച് ധൃതിയിലായിരുന്നു. അനന്യ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീഡാഗിനെ കെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്. എന്തിനാ രഘുചേട്ടാ വിളിച്ചത്? പെട്ടെന്ന് കടയിൽ പോയി ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വാ. ഇന്ന് അനന്യ മാഡത്തിന്റെ ഓഫീസിലെ ഫ്രണ്ട് ശ്രീരാഗ് വരുന്നുണ്ട്. എന്നും ലേറ്റ് നൈറ്റ് മാഡത്തിന് ഡ്രോപ്പ് ചെയ്യുന്നവൻ. ഭർത്താവ് നീയാണെങ്കിലും സ്വീകരണം കിട്ടുന്നത് ഫ്രണ്ടിനാണല്ലോ. 1 കിലോ ബസുമതി, 1 കിലോ ആട്ട, എന്തോ കിറ്റ്, അവക്കാഡോ, മൊത്തം ചൈനീസ് ആണെന്ന് തോന്നുന്നു. രഘു പണ്ട് മുതലേ അവിടെയുള്ള കുക്കാണെന്ന് അഭിനവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനേക്കാൾ ബഹുമാനം അയാൾക്ക് ആ വീട്ടിൽ കിട്ടിയിരുന്നു. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിലെ നമ്പർ കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി. കാരണം ആ നമ്പർ വിക്രമിന്റെ ആയിരുന്നു. സോറി. എന്താടാ, നിനക്ക് കണ്ടുകൂടെ? എന്നെ വന്ന് മുട്ടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? കൈവിട്. മോനെ, നിനക്കറിയില്ല നീ ആരുടെ ദേഹത്താണ് കൈവച്ചതെന്ന്. രാജുബായുടെ പേര് കേട്ടിട്ടില്ലേ നീ? ബായി 2 തട്ട് തട്ടിയാൽ നീ ഇഴഞ്ഞിഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും. മനസ്സിലായോ? ഡാ, ഇത് മറ്റേ വീട്ടിലെ അവനല്ലേ? മറ്റേ സുന്ദരിയായ ഭാര്യയും പോങ്ങൻ ഭർത്താവുമുള്ള വീട്ടിലെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യാം. എന്നിട്ട് ഭാര്യയെ കൂടി നമ്മുടെ താവളത്തിൽ വിളിക്കാം. രാത്രി മൊത്തം അടിപൊളി പാർട്ടി കൂടാം. അഭിനവിന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. റിങ് ചെയ്യുന്നത് കണ്ട രാജുഭായ് അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി. ഫോൺ താ. ഒരു കാരണവശാൽ ആ കോൾ എടുക്കരുത്. ന്റെ കോളാണോ? പറഞ്ഞില്ലേ, രാജുബായി നിന്നെ കൊണ്ടേ പോകും. ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ നിന്റെ ന്റെ മധുര ശബ്ദം. എന്താ അവളുടെ പേര്? അനന്യ. ഫോൺ എടുക്കരുത്. ഹലോ. ആ ഫോണിന്റെ മറുതലക്കിൽ നിന്നുള്ള ശബ്ദം കേട്ട് രാജുഭായിയുടെ മുഖം വിയർത്തു. കൈ വിറച്ചുകൊണ്ട് അയാൾ ഫോൺ നിലത്തിട്ടു. എല്ലാ ഗുണ്ടകളും കൈ കൂപ്പിക്കൊണ്ട് അഭിനവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഭായ്, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. സോറി ഭായ്. നിങ്ങളൊരു ദരിദ്രനും പേടിത്തൊണ്ടനുമാണെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ ശരിക്കും ആരാണെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്കെങ്കിലും അറിയുമോ? എന്നോട് ക്ഷമിക്കൂ ഭായ്. ഭായ് ക്ഷമിക്കൂ പ്ലീസ്. അപ്പോഴേക്കും അവിടെയാകെ പൊടി പറന്നു. എല്ലാവരും ആകാശത്തേക്ക് നോക്കി. ഒരു ഹെലികോപ്റ്റർ താഴേക്ക് പറന്നു വന്നു. എന്തിനാണ് ആ ഹെലികോപ്റ്റർ വന്നത്? എന്തുകൊണ്ടാണ് ആ ഗുണ്ടകൾ അഭിനവിനെ താണു വണങ്ങിയത്? ടൈഗർ ഗ്രൂപ്പിന്റെ മാനേജർ വിക്രവുമായി അഭിനവിന് എന്താണ് കണക്ഷൻ? പിറ്റേ ദിവസം അനന്യയുടെ അമ്മയ്ക്ക് ഒരു ന്യൂസ് ലഭിച്ചു. ശർമിള മാഡം, നിങ്ങളുടെ ദരിദ്രനായ മരുമകൻ അഭിനവില്ലേ, അവൻ ട്രാവൽ ചെയ്ത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവിനെ മോചിപ്പിക്കാൻ 200 കോടിയാണ് അവർ റാൻസം ചോദിക്കുന്നത്. എന്ത്? അവന്റെ പ്ലെയിൻ ഹൈജാക്ക് ആയെന്നോ? ഇതിനേക്കാൾ ഒരു നല്ല ന്യൂസ് വേറെ ഇല്ല. ഞാൻ അവനെ ഇറക്കാൻ 200 രൂപ പോലും ചെലവാക്കില്ല. അപ്പോഴാണ് 200 കോടി. ആരാ എന്തിനാ ഇത് ആവശ്യപ്പെടുന്നത്? ഇന്നലെ വരെ വേലക്കാരിയുടെ തെറി കേട്ടിരുന്ന ഭാര്യയുടെ തെറിവിളി കേട്ട്
ജോലിക്കാരന്റെ മുറിയിൽ കിടന്നിരുന്ന വെറും 100 രൂപ വിലയുള്ള ഷർട്ട് ഇട്ടിരുന്ന അഭിനവ് അവന് വേണ്ടി 200 കോടിയുടെ മോചന ദ്രവ്യം ആരായിരിക്കും ആവശ്യപ്പെട്ടത്? അനന്യ, നീ കേട്ടോ അഭിനവിന്റെ കാര്യം? അമ്മ, എനിക്ക് ഈ അഭിനവിന്റെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കുറച്ച് ഗുണ്ടകൾ ചേർന്ന് റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയത്? അവരും ഈ അഭിനവിനെ പേടിച്ച അവളെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസം അവന് ടൈഗർ ഗ്രൂപ്പിന്റെ വിക്രം സാറിന്റെ കോളും വന്നിരുന്നു. ഞാൻ കരുതി വല്ല സ്പാം കോളും ആയിരിക്കും, ഇഗ്നോർ ചെയ്തേക്കാമെന്ന്. രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ തമ്പുരാൻ പിന്നെ മടങ്ങി വന്നിട്ടുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവനെ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ. മാത്രമല്ല, എന്താ അവരുടെ ഡിമാൻഡ്? 200 കോടിയോ? എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ വീട്ടിൽ 200 കോടിയുടെ സ്വത്തുണ്ടെന്ന്. അനന്യ മേഡം, അഭിനവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സൈലന്റ് ആണ്. പക്ഷെ ഹൈജാക്ക് ചെയ്തവർ തന്നെയാണ് പറഞ്ഞത് 200 കോടി കിട്ടിയില്ലെങ്കിൽ അഭിനവിനെ അവർ കൊന്നുകളയുമെന്ന്. അപ്പോ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ സ്വത്തും വിറ്റു തുളയ്ക്കണോ? അവൻ ചാകട്ടെ, അത് തന്നെയാണ് നല്ലത്, അനന്യയ്ക്കും ഈ ഫാമിലിക്കും. ഷാർമിള TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ കണ്ട ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവ് എന്ന ആളെ ബന്ദിയാക്കി അവർ 200 കോടിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതല്ല. അജ്ഞാതനായ ഒരു കോടീശ്വരൻ അയച്ച 500 കോടിയുമായി അഭിനവിനെ രക്ഷിക്കുവാൻ വന്നവർ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നതും ഉള്ളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു. ഹൈജാക്കേഴ്സ് പൈസ വാങ്ങിയ ശേഷം അഭിനവിനെ വധിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയുവാൻ മുഴുവൻ രാജ്യവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വാർത്ത കേട്ടതും അനന്യയും ഷാർമിളയും കണ്ണു മിഴിച്ചു നിന്നു. അനന്യ വിശ്വാസം വരാതെ ചോദിച്ചു, ആരായിരിക്കും അഭിനവിനെ രക്ഷിക്കാൻ 500 കോടി അയച്ചത്? മുത്തശ്ശന്റെ കയ്യിൽ പോലും അത്രയും പൈസ ഇല്ലല്ലോ. ഈ അഭിനവ് എപ്പോഴാ ഇത്രയും ഇമ്പോർട്ടന്റ് ആയത്? അവന് വേണ്ടി 500 കോടി മുടക്കാൻ വരെ ആളുകളുണ്ടോ? അനന്യ, ഇവൻ ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദരിദ്രനും അനാഥനുമായ അഭിനവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും പൈസ അയച്ചത് ആരായിരിക്കും? ഫ്ലൈറ്റിനുള്ളിൽ കേട്ട വെടിയൊച്ച അഭിനവിന്റെ ജീവനെടുത്ത് കാണുമോ? അഭിനവിന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വന്നുപെട്ടത് വളരെ പവർഫുള്ളും പണക്കാരനുമായ ഒരു ഇരയാണെന്നാണ്. അവൻ ചത്തെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അഭിനവ് സർ ജീവനോടെ ഉണ്ടാകുമോ മേഡം? അവന് വെടി കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ശവം പോലും അവര് വിട്ടുതരില്ല. ഇനി അത് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അഭിനവ് സർ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഷട്ട് അപ്പ്, നീ നമ്മുടെ മാനേജറാണ്, ആ കാര്യം മറക്കരുത്. ഐ ഹാവ് പ്രൂഫ് മാഡം. ഇത് നോക്ക്. ഇതിൽ ആരുടെയും പേര് പോലും ഇല്ലല്ലോ. വാട്ട് നോൺസെൻസ്. ഇത് അഭിനവ് സാറിന്റെ ഫയലാണ്. ഇന്നലെ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ വണ്ടിയിൽ മറന്നു വെച്ചതാണ്. ഇവിടുത്തെ അടുക്കള പണി ചെയ്യുന്നവന്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഷാർമിള ഫയൽ തുറന്നു വായിക്കാൻ തുടങ്ങി. അതിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ അവരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവർ ഞെട്ടലോടെ അലറി, അനന്യ, നമുക്ക് തെറ്റുപറ്റി. നീ ഇപ്പോ തന്നെ അഭിനവിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ അവനോട് മാപ്പ് പറയ, ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്കാ. അഭിനവിന്റെ സത്യം നമ്മൾ അറിയാതെ പോയല്ലോ. അനന്യ, ഫോൺ ചെയ്യാൻ. ഒരു മിനിറ്റ്, എന്താണ് അഭിനവിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആ ഫയലിൽ എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ അതിലെന്താണെന്ന്? കോൾ വിളിക്ക. ഷാർമിളയെ ഞെട്ടിക്കുന്ന എന്ത് വിവരങ്ങളാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത്? അനാഥനും ദരിദ്രനുമായ അഭിനവിന് വേണ്ടി ഇത്രയും കാശ് അയച്ചത് ആരാണ്? എന്തുകൊണ്ടാണ് ഒരു ഗ്യാങ്സ്റ്റർ അഭിനവിന്റെ ഫോട്ടോ കണ്ട് പേടിച്ചത്? ഒരു പേടിത്തൊണ്ടനെ പോലെ ജീവിച്ചിരുന്ന അഭിനവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും ഈ കഥയിൽ സംഭവിക്കുക? ഇനിയും എത്ര രഹസ്യങ്ങളാണ് പുറത്തു വരാനുള്ളത്? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.